വെങ്കടേശ്വര ക്ഷേത്രത്തിൽ രതീഷ് ആശാന്റെ നേതൃത്വത്തിൽ ശിവകാർത്തി, ആദി തേജസ് എന്നിവരുടെ ചെണ്ടമേളം അരങ്ങേറി. 3ലും 6ലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണിവർ. ചടങ്ങിൽ വിവി സഭ മാനേജർ പ്രദീപ് പൂത്തേരി, മുൻ എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ്, അരങ്ങേറിയ കുട്ടികളുടെ മാതാപിതാക്കൾ എന്നിവർ സംസാരിച്ചു. പിള്ളേർക്ക് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ പഠിപ്പിച്ചതാണ്. അപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേർ മോശമല്ലെന്ന് തോന്നി, ഇത്തിരി ഭേദപ്പെട്ടായിട്ട് തോന്നി. എന്നാൽ പിന്നെ അരങ്ങേറ്റം നടത്തിക്കളയെല്ലാം കരുതി അങ്ങനെ നടത്തിയതെന്ന് അരങ്ങേറ്റം. ഈ കുട്ടികളെ കുറിച്ച് ആശാന്റെ അഭിപ്രായം എന്താണ്? അവർ നല്ല രീതിയിലല്ലേ ഇപ്പം സൂപ്പറായില്ലേ ഈ കുട്ടി. അത് പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിരുന്നു ഒരു കുട്ടി. അരങ്ങേറിയ 2 പിള്ളേരും നല്ല ഭംഗിയായിട്ട് വേണം കുട്ടി ചെമ്പട കുട്ടിയത് അല്ലാതെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലയാണ് ഇന്നിവിടെ രൂപം കൊണ്ടിരിക്കുന്നത്. കൊച്ചു പിള്ളേർ ഇന്ന് 1 മാസം കൊണ്ട് നമ്മൾ ഈ മേളം പഠിച്ചുകൊണ്ട് ഇന്ന് അരങ്ങേറുകയാണ്. അതിൻ്റെ ആശാൻ രതീഷ് ആശാനാണ് അതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇന്നിവിടെ രക്തേശ്വരി ക്ഷേത്രത്തിൽ രാവിലെ 7 മണിക്ക് തന്നെ ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയും വളരെ ഭംഗിയായി തന്നെ കൊച്ചുകുട്ടികൾ ആ കല
ഇപ്പോഴത്തെ തലമുറയിലോട്ട് വരുന്ന പിന്നോക്കം നിൽക്കുന്ന അതിലോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ കല വീണ്ടും ആ കുട്ടികൾ അത് പഠിച്ച് ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായൊരു പരിപാടിയാണ്. ഇനിയും ഈ കാലഘട്ടത്തിൻ്റെ കുട്ടികളെ ഈ രംഗത്തോട്ട് വരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിദ്യാഭ്യാസം ഈ രണ്ട് കുട്ടികൾ ഈ ചെറുപ്രായത്തിൽ ഇത്തരത്തിലുള്ള കലകളിൽ ഏർപ്പെട്ട് ഭാവിയിൽ നല്ലൊരു വഴിയിലേക്ക് തിരിച്ചുവിടുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കാണുന്ന അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും ചെറുപ്രായത്തിന് പല ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലമുറ നശിച്ചു പോകുന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് അറിയിച്ചു. താല്പര്യം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ വേഗം ചെറിയ ചെണ്ടയിൽ വാങ്ങിച്ചൊക്കെ കൊടുക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ നല്ല താളത്തോടു കൂടി കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ചെറുതിലൊടുങ്ങി കൊട്ടാനുള്ളൊരു വാസന ഉണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ കൊട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്താണ്. ഉണ്ടാകുന്ന ഭാവിയിൽ നന്നായി കൊട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.